ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന വീഡിയോ കേട്ടോ നിങ്ങൾ കണ്ടത്. സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി കിടന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. 1 eternity later ഞാൻ എണീറ്റിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കിടന്ന് ഓൺ സ്പോട്ട് എണീറ്റ് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ജസ്റ്റ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ക്യാമറ ഓണാക്കി വയ്ക്കുന്നു, ചെന്ന് കിടക്കുന്നു, എണീറ്റ് വരുന്നു, ആ ഒരു സംഭവം. ബട്ട് ഞാൻ ചെന്ന് കിടന്നതും ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ആലോചിച്ച് വീഡിയോ ഓണാക്കി വെച്ചേക്കുവാന്ന്. അപ്പോൾ എൻ്റെ ഒരു പടപണ്ടാരം ഇൻട്രോ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യും, അതായത് എനിക്ക് പോകണ്ട, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ആ സംഭവം പറയാൻ വേണ്ടി ഞാൻ ഇത്രയും നേരം എടുത്തു എന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. അത് കണക്ക് തന്നെ ഈ വീഡിയോയിലൂടെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ റൂം കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ടല്ല, നല്ലൊരു ലുക്കുള്ളതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാനിങ്ങനെ എൻ്റെ സറൗണ്ടിങ്സ് നോക്കുമായിരുന്നു കേട്ടോ വീഡിയോയിൽ. രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്യാമറ ആംഗിളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുകയാണ്. ഇത് ആക്ച്വലി മിക്ക ദിവസവും ചെയ്യുന്ന കാര്യമാണ്, ചാനൽ തുറന്നിടുക എന്നുള്ളത്. സംഭവം ഇപ്പം തന്നെ 11:12 മണിയായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇന്ന് അതിൽ വെയിലടിക്കുന്നത്. നല്ല അസൽ വെയിൽ റൂമിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. അതെനിക്ക് ഈ കർട്ടൻ്റെ ഐഡിയ വന്നിട്ട് എൻ്റെ ഐഡിയ കേട്ടോ. എനിക്കൊരു നെറ്റ് കർട്ടൻ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ഒരു പിൻട്രസ്റ്റി വൈബൊക്കെ കിട്ടാനായിട്ട് ഞാനങ്ങനെ തപ്പി എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നതേ ഇല്ലായിരുന്നു. നമ്മൾ വീട് മേടിച്ച അന്ന് മുതൽ, വീട് പാല് കാച്ചുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് വരെ ഞാൻ ഈ ഒരു മോഡൽ കർട്ടന് വേണ്ടി തപ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ വന്നെത്തിയത് ഈ കർട്ടനിലോട്ടാണ്. ഇനി നമുക്കിത് പതുക്കെ മാറ്റണം. കാരണം എനിക്ക് ചെറിയൊരു സൺഫ്ലവർ ഡോട്ട്സോ അങ്ങനെ എന്തെങ്കിലും പുൽക്ക ഡോട്ട്സോ ആയിരുന്നു ഒരെണ്ണത്തിലോട്ട് ചേഞ്ച് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ വേറെ ഒരു കർട്ടൻസ് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം നമ്മളുടെ ഐഡിയ എന്ന് പറഞ്ഞത് ബ്ലൈൻഡ്സ് ആയിരുന്നു കേട്ടോ. ബട്ട് വീട് മേടിക്കലും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ബ്ലൈൻഡ്സ് നമുക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് അഫോർഡബിൾ ആയില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വീട് മേടിച്ചതും നമ്മൾ അവിടെ പണി തുടങ്ങിയതും പണി തീർത്തതൊന്നും അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല. ഞാനും രാഹുവും അല്ലാണ്ട് ഒരൊറ്റ മനുഷ്യർ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വീട് മേടിച്ച് പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നു. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. അതിലൊന്നായിരുന്നു കേട്ടോ ബ്ലൈൻഡ്സ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും അത് അഫോർഡ് ചെയ്യുന്ന ഒരു ടൈമിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അന്ന് ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്നത് അതൊക്കെ നമുക്ക് ചെയ്യണം. ബട്ട് ഇപ്പോൾ ഞാൻ കർട്ടനുമായിട്ട് ഓക്കെയാണ് കേട്ടോ. എനിക്ക് കർട്ടൻസ് ഭയങ്കര ഇഷ്ടമായി. റൂമിൽ ഒക്കെ എന്നുവെച്ചാൽ വന്ന് എല്ലാവരും പറഞ്ഞു കർട്ടനൊക്കെ നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കർട്ടൻ തന്നെയാണ് ബെറ്റർ ചോയ്സ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമുക്ക് നമ്മുടെ റൂമിൻ്റെ ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമിലെ കർട്ടൻസ് മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്കങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് ബ്ലൈൻഡ്സിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കർട്ടൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ 7 ഫീറ്റിൽ വച്ചേക്കുന്നത്, നമ്മൾ ഈ പറയുന്ന കണക്ക് ടോപ്പ് ടു ബോട്ടം ആണ് കേട്ടോ നമ്മൾ കർട്ടൻ ചെയ്തേക്കുന്നത്. 9 ഫീറ്റാണ് ചെയ്തേക്കുന്നത്. എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഞാൻ രാഹും കൂടി പെട്ടെന്ന് എടുത്തൊരു ഐഡിയ ആയിരുന്നു. നമ്മൾ കർട്ടൻ ചെയ്യാൻ വന്നതും കർട്ടൻ്റെ ഹോളൊക്കെ ഇടാൻ വന്നത് നമ്മുടെ കണ്ണുചേരനാണ് കേട്ടോ. നമ്മുടെ പാലാച്ചിൻ്റെ തലേന്ന് നമ്മുടെ പൂജയൊക്കെ തീർന്ന് 10-10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാത്രി കണ്ണുചേട്ടൻ വന്ന് പാവം ഇതെല്ലാം ചെയ്ത് തന്നിട്ട് പോയതാട്ടോ. സ്പെഷ്യൽ താങ്ക്സ് ടു കണ്ണുചേട്ടൻ. കണ്ണുചേട്ടൻ എല്ലാം നന്നായിട്ട് ചെയ്തു തന്നു. ചേട്ടൻ
ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ പണി ഏകദേശം തുടങ്ങി തൊട്ട് അവസാനിക്കുന്ന വരെ നമ്മൾ വീടിൻ്റെ പണി നമ്മളെ കൂടെ കണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് കണ്ണുചേട്ടനായിരിക്കും. കാരണം നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണി ചേട്ടൻ്റെ കൂടെ കേട്ടോ വന്ന് ആദ്യം വീട് കണ്ട എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ചേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ചേട്ടന് ഒരു ബിഗ് താങ്ക്സ്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന പാനലിങ്ങും അവിടെ നമ്മുടെ ഷെൽഫൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ പ്ലേറ്റ്സ് ഗ്ലാസ്സസൊക്കെ വയ്ക്കുന്ന ഷെൽഫൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ണുചായനുമായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ഐഡിയാസും കണ്ണുചായൻ്റെ പ്ലാനിങ്സും എല്ലാം കൂടെ നമ്മൾ ചേട്ടൻ പറഞ്ഞതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മളങ്ങ് തട്ടി. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കൂടെ ചേട്ടൻ നിന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണോ ശരിയാണെന്ന് അറിയത്തില്ല. കുറേ കാര്യങ്ങൾ ചേട്ടൻ നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് വന്ന് നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. ഞാൻ ആ ഒരു ടൈമിലേക്ക് പോയി. ഓക്കെ, ആക്ച്വലി എന്തായിരുന്നു ഞാൻ രാവിലെ എണീറ്റു, കർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു, വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തു. ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ നിന്ന് വൃത്തിയായിട്ട് വിരിച്ചിട്ടതിന് ശേഷം അപ്പുറത്തെ റൂമിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെയും ഇച്ചിരി കൊളായിട്ട് കിടക്കുമായിരുന്നു. കാരണം ഞാൻ അവിടെ കുറേ നേരം കിടന്നുറങ്ങിയതിന് ശേഷമാണ് ഇപ്പുറത്തെ റൂമിൽ വന്ന് കിടന്നത്. അതുകൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഇത് ഇച്ചിരി ഓൾഡ് വീഡിയോ ആണ്. അപ്പം ഞാൻ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ അവിടെ തന്നെ കയറി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് കിടന്നത് കേട്ടോ നേരം എടുക്കാറായപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് എല്ലാം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇപ്പുറത്തേക്ക് ബെഡ്ഷീറ്റ് ഫുള്ള് വിരിച്ചിട്ടതിന് ശേഷം വന്നൊന്ന് ബ്രഷ് ചെയ്തു, ഫേസ് വാഷൊക്കെ ചെയ്ത് ക്ലീൻ ആകും കേട്ടോ. ആക്ച്വലി രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഫേസ് വാഷൊക്കെ ചെയ്യാണ്ട് ഒരു പ്രാന്തിയെ പോലെ ഇവിടെ അലച്ചു തിരിഞ്ഞ് നടക്കുന്നതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകാറൊന്നുമില്ല. ജസ്റ്റ് വെറുതെ മുഖം ഒന്ന് കഴുകിയിട്ടങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അതെനിക്ക് ഇമ്മാതിരി മുടി കെട്ടി വെച്ചിട്ടുള്ള നടപ്പൊന്നുമില്ല. ജസ്റ്റ് അപ്പോഴേ പിടിച്ച് മുകളിലോട്ട് വെച്ചൊന്നും ബൺ ചെയ്യും എന്നല്ലാണ്ട്. പിന്നെ വീഡിയോ എടുക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ തലേന്ന് രാത്രി ഞാൻ കുറച്ചധികം പണികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഷെസ്വാൻ സോസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് തണുത്തിട്ട് ബോട്ടിലാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി അതങ്ങ് അടച്ച് വെച്ചിട്ട് പോയി കിടന്നുറങ്ങി. അതിന്ന് രാവിലെ എണീറ്റ് ഉടനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് വെച്ച് അതൊക്കെ ബോട്ടിലൊക്കെ ആക്കുവാണ് കേട്ടോ. ആക്ച്വലി ഞാൻ എപ്പോഴും കിച്ചണിലൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലെങ്കിൽ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് എനിക്ക് വേണം. അതെനിക്ക് പാട്ട് പോരാ, എനിക്ക് പാട്ട് അങ്ങനെ കേൾക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതായത് രാഹു ഉണ്ടെങ്കിൽ പാട്ടിട്ടിട്ട് ഇവിടെ കിടന്ന് തുള്ളാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കിടന്ന് കളിക്കുക എന്നല്ലാണ്ട് എനിക്ക് മറ്റേ പാട്ട് കേട്ടുകൊണ്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഇഷ്ടമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫോ, നമ്മുടെ അല്ല ആരുടെയെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓഫ് അനന്തു ഏതെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുന്ന പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം. എനിക്ക് ഇപ്പോൾ മോസ്റ്റ്ലി ഇഷ്ടം, കറണ്ട് ഫേവറേറ്റ്, എനിക്ക് മുന്നേ ഇഷ്ടം കൊറിയൻ വീഡിയോസ്, അതായത് കൊറിയൻ ഡ്രാമയുടെ സ്റ്റോറീസ് നമ്മൾ മലയാളത്തിൽ കേൾക്കൂലേ, അതായിരുന്നു ഇഷ്ടം. സോറി. എനിക്കിപ്പോൾ വന്നിട്ടിഷ്ടം നമ്മുടെ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ റിയാക്ഷൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചധികം ക്ലീൻ പരിപാടി എനിക്കുണ്ട്. കാരണം ഞാൻ തലേ ദിവസം അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ മെസ്സി ആയിട്ട് ഇട്ടിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ആ മെസ്സിനെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ബാക്കി വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും ക്ലിയർ ഔട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇടയ്ക്കിടയ്ക്ക് ഓഡിയോ ഓഫ് ആവുന്നത് ഞാൻ ചുമയ്ക്കാൻ പോകുന്നതാണ്. കാരണം ജലദോഷമാണ് മക്കളെ, ജലദോഷമാണ്. ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ വീട്ടിലൊന്ന് കയറിയപ്പോഴത്തേക്ക് ഒന്ന് പൊടിയടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടിയടിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഈ ജലദോഷം. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ്സൊക്കെ കിടന്നതിനൊക്കെ ഞാൻ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് നന്നായിട്ട് വിശന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കുക കുടിക്കുക എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം എന്ന്. അങ്ങനെ ഞാൻ ഒന്ന് മിക്സ്ചറും എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് അതും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് രണ്ടും കൂടി ഒന്ന് കഴിക്കാണ്ട്. എനിക്ക് മിക്സ്ചർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ എനിക്ക് ചായ അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് അത്ര വലിയ ഫാനല്ല, എന്നാലും ഞാൻ കുടിക്കും. എനിക്ക് ചായ ഇല്ലാണ്ട് എന്ത് വന്നാലും ഞാൻ കുടിക്കും. ചായ കുടിക്കില്ല എന്നല്ല, ഞാൻ അത്ര ഭയങ്കര ചായയുടെ ഫാനൊന്നുമല്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കട്ടൻ്റെ ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2 പിള്ളേരെയും കൂടി തുറന്നു വിട്ടിട്ടുണ്ട്. ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി വന്നു. കിവിയും ഓറിയോ അങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് നിൽക്കുന്ന ആളല്ല. അവളിങ്ങനെ ചാടി നടക്കും. അവൾക്ക് എന്തോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അവൾ പോവും. അതേസമയം കിവി തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് മാറത്തേ ഇല്ല. അവൾക്കിങ്ങനെ നമ്മുടെ മണ്ടയിൽ ഇങ്ങനെ കയറി നിൽക്കണം. അങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഞാനൊന്ന് തൂത്തുവാരാണ് കേട്ടോ. വീട്ടിലെ വേസ്റ്റ് കണ്ടാൽ തോന്നും നമ്മൾ 10-12 ദിവസമായി ഇവിടെ തൂത്തുവാരിയിട്ടെന്ന്. അതൊന്നുമല്ല, എന്നും തൂത്തുവാരിയാലും ഇമ്മാതിരി പൊടി ഇവിടെ കാണും. എന്നാൽ ഞാനും രാഹുവൊക്കെ അങ്ങനെ പൊടിയും കൊണ്ടുവന്ന് കയറുന്ന ആൾക്കാരോ വേറെ അഴുക്കാക്കാൻ വേണ്ടി കുട്ടികളൊന്നും ഇല്ല ഇതാനും. ബട്ട് ഇവിടെ എന്നും ഇതാണ് പരിപാടി. ഇങ്ങനെ അഴുക്കായിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, എന്നും ഒഴുക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ചില സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ക്ലീനിങ്. ബട്ട് ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ പണി ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞൊരു ത്വര. അപ്പം ഞാൻ ക്ലീനിങ് മോഡ് ഓൺ ആണെങ്കിൽ ഞാൻ നല്ല വൃത്തിയാണ് എല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്യും. ക്ലീനിങ് മോഡ് ഓൺ അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നിടത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കളഞ്ഞിട്ട് പോകും. ഞാൻ പിന്നെ ആ സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കാറേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് മിച്ചറൊക്കെ കഴിക്കാൻ പോയെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകി നമ്മുടെ ജനലിൻ്റെ സൈഡിലാട്ടോ ഗ്ലാസ് കമിഴ്ത്തി വയ്ക്കുന്നേ. രാഹു എപ്പോഴും പറയും അങ്ങനെ കമിഴ്ത്തി വയ്ക്കരുത്, നമ്മുടെ ജനലിൽ ഈർപ്പം പിടിക്കും എന്ന്. ബട്ട് എനിക്ക് നമ്മൾ ചെയ്ത് കൺവീനിയൻ്റ് ആയൊരു സംഭവമല്ലേ, അപ്പോൾ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. ഇതുവരെ ഞാനത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ എടുത്ത് നമുക്ക് കിച്ചണിലൊരു കുഞ്ഞ് ഷെൽഫ് പോലെ ഉണ്ട്, അങ്ങോട്ടത്തേക്ക് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് ഒരുപാട് സമയം ഇരുന്ന് വെള്ളം പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊന്ന് നമ്മുടെ ഹോളിൽ ഷെൽഫിൽ നിന്ന് ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ്സൊക്കെ തിരിച്ചുകൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് കുറേ ജോലി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ വാഷിംഗ് മെഷീനിലിരുന്ന തുണിയൊക്കെ എടുത്ത് ബക്കറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കി വാഷിംഗ് മെഷീനിലോട്ട് ഇടാനുള്ള തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലിടുവാണ്. കാരണം നമുക്ക് വാഷിംഗ് മെഷീനിലിടാനുള്ള തുണിയുടെ ലോണ്ട്രി ബാസ്ക്കറ്റ് വീണ്ടും ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചാൽ മാത്രമേ വീണ്ടും റീഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അത് ഒഴിച്ചിട്ട് റീഫില്ല് ചെയ്യാം. സംഭവം ലോണ്ടറി ബാസ്ക്കറ്റിൽ ഒരുപാട് തുണി ഉണ്ടെങ്കിലുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്യാനുള്ള തുണികൾ വീണ്ടും നമ്മുടെ റൂമിലൊക്കെ തന്നെ കിടക്കും. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് വാഷിംഗ് മെഷീനെല്ലാം ഫില്ല് ചെയ്ത് അതിനെ വർക്കിങ്ങിന് വിട്ടതിന് ശേഷം ഞാൻ ബാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തൂത്തിറക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊലയാണ്. ഈ കൊല നമുക്ക് ഒന്ന് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട്
വീടിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അതായത് നമുക്ക് അതിനൊരു കൊമ്പും കൂടി ഉണ്ടായിരുന്നു, വീടിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിന് കറയുണ്ട്. അപ്പോൾ കറ മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് കൊണ്ടുവച്ചതാണ് കേട്ടോ. ഈ കൊമ്പ് സംഭവം ഞാൻ കട്ട് ചെയ്തിട്ട് കറ മാറാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ട് വെച്ചതാണ്. അപ്പം നമുക്കതിൽ നിന്ന് മറ്റേ തോരൻ വയ്ക്കാൻ പറ്റുന്ന സാധനമല്ലേ, അതും കിട്ടി. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് അതും മുതിരയും കൂടി ഇട്ട് ഞാൻ തോരൻ വെച്ച് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഉണങ്ങിയതിനോടനുബന്ധിച്ച് ഞാൻ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥലങ്ങളിലേക്ക് വയ്ക്കുകയാണ്. ഞാൻ സാധാരണ എനിക്കിതിനൊന്നും സമയം കിട്ടാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തതാണ്. എന്തുകൊണ്ട് ഇന്നിതൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ എല്ലാം വയ്ക്കാനുള്ള സ്ഥലത്തൊക്കെ വയ്ക്കണം. ഞാൻ എല്ലാ ദിവസമൊന്നും വയ്ക്കാതെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ അറിയാവുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിച്ചും കൊണ്ട് ഞാൻ വീഡിയോ നിർത്തിക്കുകയാണ്. ബൈ ഫ്രം RS സ്റ്റോറീസ്.